1959 വെസ്റ്റേൺ സോവിയറ്റ് യൂണിയനിലുള്ള കുറച്ച് പേര് മൗണ്ടൻ ഹൈക്കിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അവർ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ മൗണ്ടനെ കയറിയിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ആൾക്കാരാണ്. അവർക്കറിയുന്നില്ല അത് അവർ അവസാന ട്രിപ്പാണ്. കാരണം അവർ ഇതിനേക്കാൾ വലിയ മൗണ്ടനെ കയറിയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു യാത്ര അവസാനത്തെ യാത്രയാണെന്ന് ഒരാൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ കേസ് നടന്നിട്ട് 60 വർഷം മുകളിലായിട്ടുണ്ടെങ്കിലും ഈ കേസിൽ ഇന്ന് വരെ ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ആകെ ബാക്കിയുള്ളത് അവരെ സമയത്ത് പോകുമ്പോൾ എടുത്ത ഫോട്ടോസ്, പിന്നെ കുറച്ച് അവിടെ നിന്ന് കിട്ടിയ ക്രൈം സീനിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ്. ഇതല്ലാതെ വേറെ ഒരു എവിഡൻസും ഈ കേസിലില്ല. ശരിക്കും അവിടെ എന്താ സംഭവിച്ചത്, അവരുടെ അവസാനത്തെ മൊമെൻറ്റ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത്. ഞാൻ വിജയൻ, വെൽക്കം ടു ക്രിസ് ടെക്കിംഗ് സ്റ്റുഡിയോസ്. ജനുവരി 23, 1959 8 പുരുഷന്മാർ 2 സ്ത്രീകൾ ആ മൗണ്ടൻ കയറാനായിട്ട് യാത്ര തുടങ്ങുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവർ യാത്ര തുടങ്ങിയത് ബസ്സിലായിരുന്നു. അതിനുശേഷം ആ ബസ് യാത്ര കഴിഞ്ഞ് ട്രക്കിലേക്ക് മാറി, അത് കഴിഞ്ഞ് ഹോഴ്സ് റൈഡിങ്, ഇത് കഴിഞ്ഞിട്ടൊക്കെയായിരുന്നു ആ മൗണ്ടൻ്റെ അടിഭാഗത്തേക്ക് അവർ എത്തിയത്. ആ സമയത്ത് ഈ 8 പുരുഷന്മാർ 2 സ്ത്രീകൾ പറഞ്ഞില്ലേ, ഇവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ചെറിയ ഇഷ്യൂസ് കാരണം ആ യാത്ര നിർത്തിയിട്ട് അത് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അവരെ യാത്ര അയക്കാനായിട്ട്, അതായത് ആ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ലേ, ആ യാത്ര അയക്കാനായിട്ട് അവരെല്ലാവരും താഴെ ബേസിൽ നിൽക്കുന്നുണ്ടായിരുന്നു. യാത്ര പറയുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആൾക്കറിയുന്നുണ്ടായിരുന്നില്ല ഇവരെല്ലാവരെയും അവസാനമായിട്ട് കാണുന്നതെന്ന്, ഇനി ഒരിക്കലും കാണാൻ പോകുന്നില്ല എന്ന് ആൾക്കറിയുന്നുണ്ടായിരുന്നില്ല. ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം ആ 9 പേര് ആ മൗണ്ടിന് കയറാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരെല്ലാവരും പതുക്കെ ആ മൗണ്ടിന് കയറാൻ തുടങ്ങി. ഇത്തരം ഡീറ്റെയിൽസ് ഈ കേസ് കിട്ടാൻ കാരണം അവരെ സമയത്ത് എടുത്ത ഫോട്ടോസ്, പിന്നെ അവർ ആ സമയത്ത് ഡയറി ചെയ്തിരുന്നു. ഇതിൽ നിന്നൊക്കെ ആ കേസിൽ കുറച്ച് ഡീറ്റെയിലുള്ള കാര്യങ്ങൾ, അതായത് ആ സമയത്ത് അവരെങ്ങനെ പോയിരുന്നു, അവിടെ പോയി എന്തൊക്കെ ചെയ്തു, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറിയിൽ നിന്ന് കിട്ടുമായിരുന്നു. അവർ ആ മൗണ്ടിൽ എത്തിയിട്ട് ജസ്റ്റ് ആ മൗണ്ടിൻ്റെ ടോപ്പിൽ നിന്ന് 100 മീറ്റർ ഇപ്പുറത്ത് താഴെയായിട്ട് ഒരു ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്തിട്ട് അവിടെ അവർ നൈറ്റ് താമസിക്കാമെന്ന് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം അവരെല്ലാവരും 2-3 ടെൻറ്റൊക്കെ അടിച്ചിട്ട് അവർ കൂട്ടത്തിലായിരുന്ന 9 പേര് സെപ്പറേറ്റ് ടെൻറ്റിൽ ആ രാത്രി അവിടെ താമസിക്കുന്നു. ആ ഫോട്ടോസ് നോക്കിയിട്ട് കോംപ്ലിക്കേറ്റഡ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരെല്ലാ ഫോട്ടോസ് തിരിച്ചുകൊണ്ട് നിൽക്കുന്നത്, അവരവസാന ഫോട്ടോസ്, ആ മല കയറുന്ന സമയത്തുള്ള ഫോട്ടോസ്, എല്ലാ ഫോട്ടോസിലും തിരിച്ചുകൊണ്ട് നിൽക്കുന്നു കോംപ്ലിക്കേറ്റഡായിട്ട്. അതായത് ഒരാൾക്ക് ഇവിടെ ദേഷ്യമുണ്ട്, അതായത് പ്രതികാരം ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്തു, അങ്ങനെ കൂടുതലുള്ള ഒരാളെ നമുക്ക് പറയാൻ പറ്റില്ല. അവരെല്ലാവരും ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടാണ് ഓരോ ഫോട്ടോ നിൽക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. പിന്നെ ആ ഓരോ ഫോട്ടോസ് നോക്കിയാൽ മനസ്സിലാവും എത്ര സ്ട്രഗിൾ ചെയ്താണ് ആ മല അവർ കയറുന്നത്. ഓരോ ഫോട്ടോസ് വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരാൾക്കും അറിയില്ല. അവർ യാത്ര പോയിട്ട് 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ആവുന്നു. അവരുടെ ഫ്രണ്ട്സ്, അവരുടെ കുടുംബക്കാരൊക്കെ വിഷമിക്കാൻ തുടങ്ങി. കാരണം ഇവർ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. മല കയറിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആഴ്ചകളായിട്ട് തിരിച്ചു വന്നില്ല. അവരിൽ ഒരാളും തിരിച്ചു വന്നിട്ടില്ല. അതായത് 10 പേരുണ്ടായിരുന്നു, ഒരാൾ വീട്ടിൽ തിരിച്ചു വന്നു ഹെൽത്ത് ഇഷ്യൂസ് കാരണം. ബാക്കിയുള്ള 9 പേരിൽ ആ 9 പേരിൽ ഒരാൾ പോലും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. കുടുംബക്കാർക്ക് സംശയം, എന്തിനു പറ്റിക്കാണോ, അവർക്ക് എന്ത് സംഭവിച്ചു വേണോ എന്ന് സംശയം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും കുറച്ച് ആൾക്കാർ, അവരെ കൂട്ടുകാർ, ഫ്രണ്ട്സ്, കുടുംബക്കാരൊക്കെ ആയിട്ട് കുറേ വോളണ്ടിയേഴ്സുമായിട്ട് അവർ പോയ ഭാഗത്തേക്ക് സെപ്പറേറ്റ് ടീം ബേസ് അവർ അന്വേഷിച്ച് ഇറങ്ങുന്നതായിരുന്നു. അങ്ങനെ അവർ അന്വേഷിച്ചിട്ട് ഒരു ക്യാമ്പ് സെറ്റ് ചെയ്തില്ല, ആ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്തില്ലേ, 3 ടെൻറ്റൊക്കെ അടിച്ചിട്ട് ആ ടോപ്പിൽ നിന്ന് 100 മീറ്റർ താഴെയായിട്ട് ആ ക്യാമ്പിൻ്റെ അടിഭാഗത്ത് വരുന്നു. അങ്ങനെ ആ ടെൻറ്റ് അവർ കാണുന്നു. ആ ടെൻറ്റ് കാണുന്ന സമയത്ത് അതിൻ്റെ പകുതി ഭാഗത്തോളം മഞ്ഞ് കൊണ്ട് നടന്നിരുന്നു. അതായത് 3-4 ആഴ്ചയായി ആ ടെൻറ്റ് കെട്ടി. അങ്ങനെ നോക്കുമ്പോൾ ആ ടെൻറ്റ് പകുതി ഭാഗത്തോളം മഞ്ഞ് കൊണ്ട് മൂടിയിരുന്നു. ആ ടെൻറ്റ് ഉള്ളത് തന്നെ ദൂരം നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ആ ടെൻറ്റിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗമല്ലേ, ആ തുറക്കുന്ന ഭാഗം, അത് കത്തിക്കൊണ്ട് കീറിയിരുന്നു. അതായത് ഉള്ളിൽ നിന്ന് കത്തിക്കൊണ്ട് കീറിയിരുന്നു. അത് ജസ്റ്റ് ഓപ്പൺ ആക്കി തന്നെ പുറത്തേക്ക് വരാൻ പറ്റും, ജസ്റ്റ് അൺസിപ്പ് ചെയ്താൽ പുറത്തേക്ക് വരാൻ പറ്റും. പക്ഷേ ആ സമയത്ത് അവർ എന്തുകൊണ്ട് കത്തിക്കൊണ്ട് ഉള്ളിൽ നിന്ന് കീറിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആ വോളണ്ടിയേഴ്സ് എല്ലാം അവർ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും 3 ആഴ്ച ആയാലും അവർ ഫുഡ് സ്റ്റെപ്പ് എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതിന് എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഈ ഫുഡ് സ്റ്റെപ്സ് വെക്കില്ല നമ്മൾ മഞ്ഞിൽ കൂടെ, ആ സമയത്ത് ജസ്റ്റ് അവിടെ കുഴിഞ്ഞു പോകും. വളരെ മഞ്ഞ് നമുക്കറിയാം വളരെ സോഫ്റ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ കുഴിഞ്ഞു പോകില്ലേ, ആ സമയത്ത് നമ്മൾ ദൂരെ നോക്കുമ്പോൾ ജസ്റ്റ് കുഴിഞ്ഞു പോയ സ്ഥലത്ത് മഞ്ഞ് വീഴുന്ന സമയത്ത് നമ്മൾ നേരെ നോക്കിയാൽ ജസ്റ്റ് കുഴി പോലത്തെ കാണാൻ പറ്റും. ഇങ്ങനെ കാൽപ്പാട് സ്ഥലത്ത് ജസ്റ്റ് കുഴിയും, ബാക്കി സ്ഥലത്ത് നിരപ്പായുള്ള നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവർ നടന്നുപോയ ഭാഗത്ത് ദൂരെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് കുഴിഞ്ഞു പൊങ്ങി ഉണ്ടാവില്ലേ, അത് നോക്കിയിട്ട് അവർ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫുഡ് സ്റ്റെപ്സ് നടന്ന് ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഫേഡായി പോകുന്നുണ്ടായിരുന്നു, അതായത് മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ ഒരു ഫുഡ് സ്റ്റെപ്സും കാണാൻ വരുന്നുണ്ടായിരുന്നില്ല. അവർക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലായിരുന്നില്ല. തൊട്ട് മുമ്പിൽ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള കുറച്ച് ഫോറസ്റ്റ്, ചെറിയ ഫോറസ്റ്റ് ഉണ്ട്. ഇനി എങ്ങനെ അവർ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും അങ്ങോട്ട് അന്വേഷിക്കാൻ ഇറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ആ ഫോറസ്റ്റ് എത്തുന്നു. അങ്ങനെ ഒരു ഫോറസ്റ്റ് എത്തിയ സമയത്ത് ഈ തണുപ്പിന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ തീ കൂട്ടില്ലേ, അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി തീ കൂട്ടി അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു മരങ്ങൾ കത്തിച്ചിട്ട് ഈ തീ കൂട്ടിയ ഒരു ഭാഗം കാണാൻ പറ്റിയിരുന്നു. അവർക്ക് മനസ്സിലായി ഇവർ തന്നെ കൂട്ടിയ തീ ആയിരിക്കും, ഇവരിങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറച്ച് അങ്ങോട്ട് മാറി നോക്കുന്ന സമയത്ത് ആ മരത്തിൻ്റെ സൈഡിൽ നോക്കിയ സമയത്ത് 2 ഡെഡ് ബോഡീസ് മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു.
അതായത് ഫ്രീസായിട്ട് ആഴ്ചയോളം കിടന്നുണ്ടായിരുന്നു. അതുപോലെ 2 ഡെഡ് ബോഡീസ് ആ മഞ്ഞിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലെ 9 പേരുടെ ബോഡി കണ്ടുപിടിക്കാനായിട്ട് ആ ഗ്രൂപ്പിന് ഏകദേശം 2 മാസം വരെ സമയം വേണ്ടി വന്നിരുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് കുറേ മാറിയിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് വേറെ 2 ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. ആ 2 ബോഡിക്ക് പാൻറ് ഉണ്ടായിരുന്നില്ല, പാൻറ് ഇല്ലാതാണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കൂടെ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു കാട്ടിനുള്ളിൽ ഒരു മരത്തിന് താഴെയായിട്ട് ഒരാൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതായത് ചിലപ്പോൾ ആ ഒരു ബേസ് ക്യാമ്പ് നോക്കാനായിട്ട് മരത്തിൽ കയറിയിട്ട് അങ്ങനെ വീണതായിരിക്കാമെന്ന് അവർ അനുമാനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ ആരെങ്കിലും ഇന്ന് രക്ഷപ്പെടാനായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാതിരിക്കാനായിട്ടോ ചിലപ്പോൾ മരത്തിൽ കയറി ഒളിച്ചതാണെങ്കിലോ അങ്ങനെയാണ് ഒരു സാധ്യതയുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ മരത്തിന് താഴെ അത് മരിച്ചെടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഉള്ളിലേക്ക് പോയ സമയത്ത് കുറച്ച് മാറിയിട്ട് ആ കാട്ടിനുള്ളിൽ മഞ്ഞിൽ 3 പേര് ഡെഡ് ബോഡീസ് കിടക്കുന്നുണ്ടായിരുന്നു. ആ 3 പേര് ഡെഡ് ബോഡീസിലും ഗ്ലൗസ്, ഈ താഴെ ഷൂസ്, ബൂട്ട്സ്, ഈ ഒരു കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ബ്ലീഡിങ് കാരണം മരിച്ച ഒരാളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതായത് ആ 3 പേര് മരിച്ചത് വളരെ ബ്രൂട്ടലായിട്ടായിരുന്നു. ആ ഒരു ശക്തിയായിട്ട് തലയിലടിച്ചിട്ടുണ്ട്. വേറെ ആൾക്ക് ഇന്ത്യൻ ബ്ലീഡിങ് കാരണം മരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരാൾ ഫ്രീസായിട്ട് തണുപ്പിൽ മരവിച്ച് മരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താ നോക്കിയാൽ ഇവരുടെ പരിക്കല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു കാർ ക്രാഷ്. ഒരു കാർ ക്രാഷ് പെട്ടി നിങ്ങൾ ഉണ്ടാവും. ആ കാർ ക്രാഷിനുണ്ടായ പരിക്കുകളൊക്കെ അല്ലേ, അതും അതായത് വലിയൊരു കാർ ക്രാഷിനുണ്ടായ പരിക്കുകളൊക്കെ, ആ കാർ ക്രാഷിനുണ്ടായ പരിക്കുകളും ഇവർക്കുണ്ടായ പരിക്കുകളല്ലേ, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ കൊടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, ഒരു സ്ത്രീ, അവർക്ക് ഒരു ബോഡിയിൽ നാക്കുണ്ടായിരുന്നില്ല. അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് അവർ നാക്ക് മിസ്സിക്കുന്നായിരുന്നു. അതായത് അവർ നാക്ക് ആരെ മുറിച്ച് മാറ്റിയതാണോ അതല്ലെങ്കിൽ ആരെങ്കിലും വലിച്ച് എടുത്തതാണോ എന്ന് ടീച്ചറെ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നാക്ക് മിസ്സിങ് എന്ന് മാത്രമേ അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരെ ബോഡി തന്നെ അവരെ കുടലിൽ ഏകദേശം 100 സെൻറ്റിമീറ്ററോളം നീളത്തിലുള്ള ഒരു റെഡ് കളർ എന്തോ ഉള്ളതായിട്ട് അവർ പറഞ്ഞിരുന്നു. ചിലപ്പോൾ അവർ ബ്ലഡ് ക്ലോട്ടായതായിരിക്കാം. അതിനർത്ഥം അവർ ജീവനുള്ളപ്പോൾ തന്നെ അവരുടെ നാക്ക് മുറിച്ച് മാറ്റപ്പെട്ടിരുന്നു അല്ലെങ്കിൽ വലിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും ബ്രൂട്ടലായിട്ട് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഈ 9 പേരിൽ 3 പേരുടെ ബോഡിയിൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള കെമിക്കൽ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ വന്നു എന്നറിയില്ല. പക്ഷേ ഡീച്ചാർജ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കിയ സമയത്ത് അവരെ 3 പേരുടെ ബോഡിയിലും ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് കണ്ടെത്തിയിരുന്നു. അതായത് ലോകത്തുള്ള എല്ലാ മെറ്റീരിയൽസിലും ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ ചെറിയ അളവിലാണ് മാത്രം. അതായത് 5000 dPm എല്ലാ മെറ്റീരിയൽസിലും ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവും. അതുപോലെ ഇവരുടെ ബോഡിയിൽ ഒരാളുടെ ബോഡിയിൽ 5000 dPm ഉണ്ടായിരുന്നു, വേറെ ആളുടെ ബോഡിയിൽ ഏകദേശം 6500 dPm ഉണ്ടായിരുന്നു, വേറെ ആളുടെ ബോഡിയിൽ ഏകദേശം 9500 dPm. ടീച്ചർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കിയ സമയത്ത് ഈ കൂടുതൽ 2 പേര് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെ ഇവരുടെ ബോഡിയിൽ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നതായിരിക്കാമെന്നും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ വ്യക്തത അറിയില്ല. ചിലപ്പോൾ അതായിരിക്കാമെന്നും പറയുന്നുണ്ട്. ഒരു സാധ്യത മാത്രമാണ്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും വഴിയിൽ വന്നിരിക്കാനോ ഒരു സാധ്യത ഉണ്ടെന്നും ഇൻവെസ്റ്റിഗേഷൻ പറയുന്നുണ്ട്. ചില ആളുകൾ ഈ മൗണ്ടൻ്റെ താഴെ താമസിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവർ കാണാതായില്ലേ ആ സമയത്ത് കുറേ ലൈറ്റുകൾ പാസ് ചെയ്ത് പോയതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ കാണാതായി പറഞ്ഞ ആ സമയത്ത് പർട്ടിക്കുലർ സമയത്ത് താഴെ കുറേ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്രാമത്തിൽ കുറേ ആൾക്കാർ കുറേ ലൈറ്റ്സ് വളരെ സ്പീഡിൽ ഈ ഭാഗത്തൂടെ പാസ് ചെയ്ത് പോയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വ്യക്തമായി കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മൗണ്ടിൽ പറയുന്ന സമയത്ത് ഇവർ ഗ്രൂപ്പ് മാത്രമല്ല വേറെ കുറേ ഗ്രൂപ്പുകൾ ആൾക്കാരും ഈ മൗണ്ട് ഹൈക്കിങ് പോകാറുണ്ട്. അങ്ങനെ ഇവർ പോയ സമയത്ത് തന്നെ വേറെ 2 ഗ്രൂപ്പ് ആൾക്കാർ കൂടെ മൗണ്ട് ഹൈക്കിങ് പോയിരുന്നു. അതായത് ഇവർ പോയ അതേ സമയത്തല്ല, കുറച്ച് മണിക്കൂർ മുമ്പ് കുറച്ച് മണിക്കൂർ ശേഷം അങ്ങനെ പോയ ആൾക്കാർ 2 ഗ്രൂപ്പ്, മൊത്തം 3 ഗ്രൂപ്പ് പോയിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പിലെ ആൾക്കാരാണ് ഈ 9 പേര് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ 2 ഗ്രൂപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഈ 2 ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പ് പറഞ്ഞത് ഇവർ മിസ്സായ ആ സമയത്ത് ആകാശത്ത് കൂടെ കുറേ ലൈറ്റ് കണ്ടതായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ലൈറ്റ് കണ്ടെന്ന്. പക്ഷേ അവർക്ക് കൃത്യമുള്ള സമയം അറിയില്ല. പക്ഷേ ഇതേപോലെ ലൈറ്റ് കണ്ടെന്നും അവർ പറഞ്ഞു. ഇതാണ് ഈ ഫോട്ടോ, നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോയാണ് അവർ ഗ്രൂപ്പിൽ ഒരാളുടെ ക്യാമറയിൽ എടുത്ത ഫോട്ടോ. അത് നോക്കി മനസ്സിലാവും ഭയങ്കര വെളിച്ചത്തിലുള്ള ഒരു ലൈറ്റ് ഉണ്ട്. അത് സ്പേസ് ഷിപ്പ് ആയിരിക്കുമോ? ചിലപ്പോൾ സ്പേസ് ഷിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഒരു മെഴുതിരി ആവാനും ചാൻസ് ഉണ്ട്. നമുക്കറിയില്ല. പിക്ചർ അത്ര ക്ലാരിറ്റി ഇല്ല, ബ്ലറാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല. ഇതിൽ രണ്ടും ആവാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാനോ സാധ്യതയുണ്ട്. സാധാരണ മിസ്സിംഗ് കേസ് ആണെങ്കിൽ ഈ മഞ്ഞൾ വീണിട്ട് മരവിച്ച് മരിച്ചു എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാം. പക്ഷേ ഇവരെല്ലാവരും സെപ്പറേറ്റ് വേറൊരു സ്ഥലത്ത് മരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരാളിവിടെ കുറേ മീറ്ററിൽ മാറി വേറെ കുറച്ച് പേര് ബോഡിയിൽ ഡ്രസ്സില്ല, വേറെ ഒരാളുടെ ബോഡിയിൽ നാക്കില്ല, ഒരാൾ മരത്തിൽ നിന്ന് വീണിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഓരോ മരിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെ ഈ കേസിന് ഭയങ്കര ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഒരാൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ഒരു എവിഡൻസും ഇല്ല. പക്ഷേ ഇതിലെല്ലാ കാര്യങ്ങളും പരസ്യം കാണിച്ചതാണ്. സ്പേസ് ഷിപ്പ്, ആ ലൈറ്റ്സ്, നാട്ടുകാർ കണ്ടത്, പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ മരിച്ചു കിടക്കുന്നത്, ഇതെല്ലാം പരസ്യം കാണിച്ചതാണ്. പക്ഷേ ഏകദേശം 50-60 വർഷങ്ങളായിട്ടും ഈ ഒരു കേസിന് ഇപ്പോഴും ഒരു എവിഡൻസും ഇല്ല. ഇവർക്ക് യഥാർത്ഥം എന്താ സംഭവിച്ചതെന്ന് ഒരാൾക്കും ക്ലിയറായിട്ട് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.